വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ബലഹീന നടീനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ രചിക്കപ്പെട്ട ഈ വചനം പരിശുദ്ധാത്മ നിറവിൽ കർത്താവെ ഘോഷിപ്പാൻ തക്കവണ്ണം കൃപ തരണമേ. തിരുനാമം മാത്രം സകലത്തിലും മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 14. വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. കർത്താവ് പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. എന്താണ് കർത്താവ് ഇതിൽ നിന്ന് വിവക്ഷിക്കുന്നത്? കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഓരോരുത്തരും വിളികൾ കേട്ട് വരുന്നവരാണ്. കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിനെ അനുധാവനം ചെയ്യുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് നമ്മെ വിളിച്ചു, കർത്താവിൻ്റെ കൃപ നാം രുചിച്ചറിഞ്ഞു, അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം കാണും. ആ ഒരു ചിന്തയിലാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും ഈ ലോക ജീവിത യാത്ര തുടരുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് വന്നു, അതുകൊണ്ട് നമുക്ക് രക്ഷ അതുവഴി ലഭ്യമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമത്രേ. അപ്പോൾ വിളിക്കപ്പെട്ടവർ എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പിൽ കാണുകയില്ല എന്ന് വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങളിലേക്ക് വരുമ്പോൾ തൻ്റെ കിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ കർത്താവിൻ്റെ പാതയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. വീതിയുള്ള വാതിലിലൂടെ കടന്നു പോകുവാൻ അനേകർ ആഗ്രഹിക്കുന്നു, കാരണം അത് വിശാലമാണ്, അനേകർ അതിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കവുമുള്ളതാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയിരിക്കുന്ന വ്യക്തികൾ ചിന്തിച്ചേക്കാം, കർത്താവിൽ വിശ്വസിച്ചു, വിളി കേട്ടു, അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണും. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണണമെങ്കിൽ ഈ ലോക ജീവിതയാത്ര ഞെരുക്കമുള്ളതാണെന്ന്, വീതി കുറഞ്ഞ വാതിലൂടെ കടന്നു പോകുന്നതിന് തുല്യമെന്ന് കർത്താവ് പറയുകയാണ്. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഒരുപക്ഷെ നല്ല ശതമാനവും ആളുകൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ വാസ്തവമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മെ കടത്തിവിടുമ്പോൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി നിലനിൽക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. നാം തിരുവചനം പഠിക്കുമ്പോൾ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ, 1 Corinthians
ചാപ്റ്റർ 10 വേഴ്സ് 12 നാം വായിക്കുന്നു, നിൽക്കുന്നുവെന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നിൽക്കുന്നുവെന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിത യാത്ര എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പരിശോധന ഈ യാത്രയിലൊക്കെ നമുക്കുണ്ടാകാം. ദൈവത്തോട് എത്രത്തോളം നാം ചേർന്നാണ് നടക്കുന്നത്, ആ ദൈവത്തിൽ എത്രത്തോളം നമുക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സാഹചര്യങ്ങളാണ്. ഇവിടെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ കാണുവാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ നാം വായിച്ചു, നിൽക്കുന്നുവെന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചോളട്ടെ. പലപ്പോഴും നാം ചിന്തിച്ചേക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഏത് പ്രതിസന്ധി നേരിട്ടാലും അവയെ അതിജീവിക്കാം. പക്ഷേ നമ്മുടെ കഴിവുകൾ കൊണ്ട് ഇത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്രകാരം അദ്ദേഹം പറയുന്നത്. സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഏവരും വീഴാൻ സാധ്യതയുണ്ട് ആത്മീയ ജീവിതത്തിൽ. എന്നാൽ അപ്രകാരം വീഴാതിരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. അപ്പോൾ വിളിയിൽ ഉണ്ടായിരുന്നു, എന്നാൽ തിരഞ്ഞെടുപ്പിൽ കാണണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളിൽ നിന്ന് ഒരു ശ്രമം ഉണ്ടാകണമെന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. ആ ഒരു ശ്രമം ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. ദൈവവിശ്വാസത്തിൽ നാം നിലനിൽക്കും. അവിടെ വീഴാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും എന്ന് പറയുകയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനു മുമ്പ് 4-ാമത്തെ തിരുവചനം തുടങ്ങി നാം വായിക്കുകയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ ഇടവരുന്നു. ആ 7 കാരണങ്ങൾ, അതായത് 7 തലത്തിൽ നമ്മുടെ സ്വഭാവ രൂപീകരണങ്ങൾ, ആത്മീയ ജീവിതത്തിൻ്റെ 7 പടികളെക്കുറിച്ച് തുടർന്നുള്ള തിരുവചനത്തിൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്. 5-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഈ കാരണത്താൽ നിങ്ങൾ എല്ലാ പ്രയത്നവും ചെയ്തുകൊണ്ട് ഇവ ചേർത്തുകൊള്ളുവിൻ. എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവ ശ്രേഷ്ഠത. വിശ്വാസമാണ് അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണപ്പെടുവാൻ തൊക്കണം സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതയാത്ര, ആത്മീയ യാത്രയിൽ വിശ്വാസമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. വീഴാതിരിക്കാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധ്യമാകുകയുമില്ല. വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് വിശ്വാസമുണ്ടാകണം. വിശ്വാസമില്ലാതെ ഒരിക്കലും നമുക്ക് ഈ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ വെർച്യൂസ് നമുക്ക് കൈവരിക്കുവാൻ തൊക്കവണ്ണം സാധ്യമാകുകയില്ല. നാം റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലുമാകുന്നു. 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ഈ വെർച്യൂസാണ് ഒരുവനെ തിരഞ്ഞെടുപ്പിൽ കാണുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്നത്. പത്രോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തോടെ സ്വഭാവ ശ്രേഷ്ഠത. സ്വഭാവ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും ഓണസ്റ്റിയും ദൈവം എപ്പോഴും മാനിക്കുകയാണ്.
പറയുന്ന കാര്യത്തിനകത്ത് സത്യം ഉണ്ടാകണം. വ്യാജമായ വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതം, വിശ്വസ്തയോടുകൂടിയുള്ള ഒരു ജീവിതം. വിശ്വസ്തത പല തലങ്ങളിലാകാം. കുടുംബജീവിതത്തിൽ വിശ്വസ്തത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വിശ്വസ്തത, സഹോദരങ്ങൾ തമ്മിലുള്ള വിശ്വസ്തത, ആത്മീയ ജീവിതത്തിൽ അപ്രകാരം ആത്മീയമായി നയിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ വിശ്വസ്തത, ജോലിയിൽ നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് മേലധികാരിയോടുള്ള വിശ്വസ്തത, ഇതൊക്കെയും സ്വഭാവ ശ്രേഷ്ഠതയാണ്. തെറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാതെ ശരിയായത് മാത്രം ചെയ്യുവാനുള്ളൊരു ആഗ്രഹം, അപ്രകാരമുള്ളൊരു ദൃഢനിശ്ചയം, ഇതാണ് സ്വഭാവ ശ്രേഷ്ഠത കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു വിശ്വാസത്തോട് സ്വഭാവ ശ്രേഷ്ഠത. കർത്താവിനെ അറിയുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ അനുധാവനം ചെയ്തെന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയിൽ, വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ഗുണം സ്വഭാവ ശ്രേഷ്ഠതയാണ്. രണ്ടാമത് നാം വായിക്കുകയാണ് സ്വഭാവ ശ്രേഷ്ഠതയോട് പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ അറിവുകളല്ല, പിന്നെ ദൈവികമായിട്ടുള്ള ജ്ഞാനം, ദൈവത്തോടുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ ദൈവ ഇഷ്ടം തിരിച്ചറിയുവാനുള്ളൊരു അന്തർദാഹം. ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സാഹചര്യം, അതാണ് സ്വഭാവ ശ്രേഷ്ഠതയുടെ പരിജ്ഞാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും മൂന്നാമത്തെ സ്വഭാവ ഗുണം പരിജ്ഞാനത്തോട് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. പലപ്പോഴും നാം ഇവിടെ പലപ്പോഴും വീണുപോകാറുണ്ട്. എന്ന് പറയുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ അവിടെ ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റം ഉള്ള വ്യക്തിക്ക് മാത്രമേ ആത്മനിയന്ത്രണത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമായേക്കാം. ചിന്തിക്കാത്ത തലങ്ങളിൽ പല പ്രയാസങ്ങളും ഒരുപക്ഷെ നാം നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതൊക്കെയും ആത്മനിയന്ത്രണത്തോടെ നേരിടുവാൻ നമുക്ക് കഴിയണം. കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആത്മനിയന്ത്രണം, ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട്, മക്കളോട്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോട് ഒക്കെയും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയണം. അത് അടുത്ത സ്വഭാവ ഗുണം ആയിട്ട്, വെർച്യു ആയിട്ട് പത്രോസ്ലിഹ പറയുകയാണ്. പരിജ്ഞാനത്തോട് ആത്മനിയന്ത്രണം, ആത്മനിയന്ത്രണത്തോടെ സഹിഷ്ണുത, പെർസിവിയറൻസ്. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ കഷ്ടതകൾ നേരിട്ടാലും പിറുപിറുപ്പ് കൂടാതെ, അതിൽ പരാതിയില്ലാതെ അതിനെ നേരിടുവാൻ കഴിയുന്ന ഒരു സ്വഭാവ ഗുണമാണ്. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നൊരു വ്യക്തിക്ക് സഹിഷ്ണുതയുടെ ആവശ്യമുള്ളൂ. എല്ലാ കാര്യങ്ങളും ഭംഗിയായും നാം ആഗ്രഹിക്കുന്ന പോലെയും മുമ്പോട്ട് പോകുമ്പോൾ ഈ സഹിഷ്ണുതയ്ക്ക് സ്ഥാനമില്ല. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ നാം അവിടെ പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്ത്, അതാണ് സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈ കടന്നു വന്നിരിക്കുന്ന അത് പ്രയാസങ്ങൾ ആണെങ്കിൽ പോലും അതിനെ നേരിടുവാനുള്ള മനസ്സ്, ആ സഹിഷ്ണുത ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അടുത്തതായി നാം കാണുന്നത് സഹിഷ്ണുതയോട് ഭക്തി. ഭക്തി എന്നുള്ളത് ആഴ്ചയിൽ ഞായറാഴ്ച 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമുണ്ടാകുന്ന കാര്യമല്ല. ഭക്തി എന്നുള്ളത് ദൈവത്തോടുള്ള ദൈവഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം. അവൻ്റെ മുമ്പിൽ എല്ലാം തുറന്നും മലന്നും കിടക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയണം. നമ്മുടെ വാക്കുകളും നമ്മുടെ ചെയ്തികളും അറിയുന്ന ദൈവത്തിലുള്ളൊരു വിശ്വാസം, അതാണ് വാസ്തവമായും ഭക്തി. ആഴ്ചയിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ അല്പസമയം മാത്രം ദേവാലയങ്ങളിൽ വരുമ്പോഴുള്ള ഭക്തിയേക്കാൾ ഉപരിയായി ജീവിതത്തിൽ അപ്രകാരം ഒരു ദൈവഭയം,
ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭക്തിയിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ തക്കോണം കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ ദൈവം കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആ ആശ്രയത്തോടു കൂടി ദൈവഭക്തിയിൽ ജീവിക്കുന്ന സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഭക്തിയോട് സഹോദരപ്രീതി. സഹോദരപ്രീതി എന്ന് പറയുമ്പോൾ സമസൃഷ്ടികളെ സ്നേഹിക്കുവാൻ കഴിയുന്ന സാഹചര്യം. അത് രക്തബന്ധത്തിലുള്ള സഹോദരൻ മാത്രമല്ല, എല്ലാ മനുഷ്യനോടും നാം ഇടപെടുന്ന ഓരോ വ്യക്തിയോടും സ്നേഹത്തോടെ ഇടപെടുവാൻ കഴിയുന്നൊരവസ്ഥയാണ് സഹോദരപ്രീതി. കർത്താവിനോട് ചോദിക്കുമ്പോൾ, കൽപ്പനകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നീ സേവിക്കുക. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അപ്രകാരം നിൻ്റെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ഈ സഹോദരൻ, നാമുമായി ബന്ധപ്പെടുന്ന, നാം കണ്ടുമുട്ടുന്ന, നാം ഇടപെടുന്ന വ്യക്തിയോടുള്ള സമീപനം എങ്ങനെയാണ്? അവനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇത് ദൈവം ഏറെ മാനിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും സഹോദരപ്രീതിയോട് സ്നേഹവും തന്നെ. അവസാനമായി പറയുകയാണ്, ഏഴാമത്തെ വെർച്യു സ്നേഹം. എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന നാം ജീവിതത്തിൻ്റെ ഏതൊരു പ്രയാസങ്ങളുടെ നടുവിലും സ്നേഹം നഷ്ടപ്പെട്ടു പോകാറുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം, സമസൃഷ്ടികളോടുള്ള സ്നേഹം, നാം ഇടപെടുന്ന വ്യക്തികളോടുള്ള സ്നേഹം, അതിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ അത് വാസ്തവമായ ഒരു സ്നേഹമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ 7 ശിഷ്യന്മാർക്ക് തിബിരിയാസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അവനോടൊപ്പം മറ്റ് 6 ശിഷ്യന്മാരും കടന്നു പോവുകയാണ്. എന്നിട്ട് കർത്താവ് അവിടെ കടന്നു വരുന്നതായിട്ട് നാം 21 അധ്യായത്തിൻ്റെ 15 വാക്യം മുതൽ വായിക്കുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, മത്സ്യമൊന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ യേശു അവരുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ വലയിറക്കുവാൻ. അങ്ങനെ വലയിറക്കിയപ്പോൾ അവർക്ക് 153 മത്സ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 21 അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനം. അതിരാവിലെ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവനവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം കൊണ്ട് അത് വലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശേഷം പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനായതുകൊണ്ട് അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. മറ്റ് ശിഷ്യന്മാരിൽ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലാത്തതിനാൽ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീനിൽ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ച് അവരുടെ പ്രയത്നത്തിന് ഫലമില്ലാതിരിക്കുമ്പോഴാണ് കർത്താവ് അവരുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് വലതുവശത്തേക്ക് വലയിറക്കുവാൻ പറയുകയും അതിൻ പ്രകാരം ഇറക്കിയത് മൂലം 153 വലിയ മീൻ പിടിച്ച വല കരയ്ക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ കാണുന്നത്. എന്നിട്ട് ആ അധ്വാനിച്ച് ക്ഷീണിച്ചിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കിയിരുന്ന കർത്താവിനെ അവർ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് കർത്താവ് അവരോട്, ശിമോനോട് ചോദിക്കുകയാണ്, ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതായത് ഇവയേക്കാൾ അധികമായി നിന്നോട് കടന്നു വന്ന നിൻ്റെ സുഹൃത്തുക്കളായ 6 എൻ്റെ ശിഷ്യന്മാരെക്കാളും നീ ഒരു സന്ദർഭത്തിൽ ഉപേക്ഷിച്ച നിൻ്റെ വള്ളവും വലയും
ഇന്ന് നീ തേടി മടങ്ങി വന്നിരിക്കുകയാണ്. പിടിച്ച 153 വലിയ മത്സ്യങ്ങളും ഇപ്പോൾ നിന്നിലുണ്ട്. ഈ കാണുന്ന ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. 3 പ്രാവശ്യം ആ ചോദ്യം വായിക്കുകയാണ്. ശീമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പരിപാലിക്കുക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, പ്രിയമുണ്ട്. അപ്പോൾ മൂന്നാമത് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അതിന് ആ ചോദ്യം കേട്ടപ്പോൾ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. അതായത് എല്ലാറ്റിനേക്കാളും ഉപരിയായി സ്നേഹിക്കുന്ന അഗാപ്പെ എന്ന പദം കർത്താവ് അവിടെ ഉപയോഗിക്കുകയാണ്. അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും ത്യാഗപൂർണമായ സ്നേഹം നിനക്കെന്നോടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പത്രോസ് അവിടെ മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അപ്പോൾ ഈ 7 വെർച്യുവിൽ അവസാനത്തെ വെർച്യു ആയിട്ട് കാണുന്നത് സ്നേഹം ആണ് എന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. എന്നിട്ട് ഇവിടെ പറയുകയാണ്, പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 8 മുതലുള്ള വാക്യം, ഇവയെല്ലാം നിങ്ങളിൽ സമൃദ്ധിയായി ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ 7 വെർച്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും ഫലമില്ലാത്തവരും ആയിരിക്കുകയില്ല. അപ്പോൾ യേശു വിളിച്ചത് എന്തിനാണ്? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് മാത്രമേ. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, യേശു പ്രതീക്ഷിക്കുന്നതാണ് ഫലം. എന്ത് ഫലമാണ്? ആത്മാവിൻ്റെ ഫലം. ഈ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ ഈ വെർച്യൂസ് നമ്മളിൽ ഉണ്ടാകണമെന്ന് ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇവയെല്ലാം നിങ്ങളിൽ സമൃദ്ധിയായി ഉണ്ടെങ്കിൽ, അതായത് ഈ വെർച്യൂസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും ഫലമില്ലാത്തവരും ആയിരിക്കില്ല. അത് നാച്ചുറലി നിങ്ങളിൽ നിന്ന് ഫലം, ആത്മാവിൻ്റെ ഫലം നിങ്ങളിൽ നിന്ന് ഉണ്ടാകും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഫലം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ ആത്മീയമായി നിങ്ങൾ യേശുവിൻ്റെ വിളി കേട്ടുവരെങ്കിലും ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഈ വെർച്യൂസ് നമുക്കുണ്ടാകണമെന്ന് പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് 10-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ വീഴാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ അനേകമാവുന്ന കൃപാവരങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആത്മീയ വരങ്ങളെക്കുറിച്ച്. എന്നിട്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പോൾ സ്നേഹം എന്നുള്ളത് ഏറ്റവും അധികം ദൈവം മാനിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹം നമുക്കില്ല എങ്കിൽ, ആ സ്നേഹത്തോടെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് ഇടപെടുവാൻ, ആ വ്യക്തിയെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഒരു പരാജയമാണ്. കാരണം ആ സ്നേഹത്തിലേക്ക് വളരേണ്ട അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് എന്ന് നാം വായിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ എന്ന് പറയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും,
ദൈവം അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും നമുക്ക് വേണ്ടി അവൻ ജീവൻ നൽകുകയും ചെയ്തു. അപ്പോൾ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ സ്നേഹം നമ്മളിൽ ഉണ്ടാകുവാനുള്ള ഒരു വളർച്ചയാണ് ആത്മീയ ജീവിതം. അപ്രകാരം ഒരു അവസ്ഥയിൽ എത്തിത്തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിൽ കാണുവാനുള്ള ഉറപ്പ് പറയുവാൻ തക്കോണം കഴിയുള്ളൂ. ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിൽ കാണണമെന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് കഴിയുന്നത് ദൈവവിശ്വാസത്തോടെ വന്ന ഒരു വ്യക്തി വിശ്വാസത്തോട് സ്വഭാവശ്രേഷ്ഠതയും സ്വഭാവശ്രേഷ്ഠതയുടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ആത്മനിയന്ത്രണവും ആത്മനിയന്ത്രണത്തോടെ സഹിഷ്ണുതയും സഹിഷ്ണുതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും ഉള്ള ഒരു വളർച്ച ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വളർച്ചയില്ലാതെ വരുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ നാം കാണപ്പെടാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്, ഇവയെല്ലാം നിങ്ങളിൽ സമൃദ്ധിയായി ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും ഫലമില്ലാത്തവരുമായിരിക്കുകയില്ല. 10 പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിത യാത്ര എന്ന് പറയുന്നത് ഏതു സമയത്തും വീഴാൻ സാധ്യതയുള്ളൊരു യാത്രയാണ്. ആത്മീയമായി വീണുപോകാൻ സാധ്യത. അനേക ഭക്തന്മാരും വിശ്വാസികളും വീണ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അങ്ങനെ വീഴാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത് ഈ വെർച്യൂസ് നമ്മളിൽ ഉണ്ടാകുകയും അതിൽ നാം വളർന്ന് സ്നേഹമെന്ന അതിശ്രേഷ്ഠമാകുന്ന കൃപകൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.